CPM അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കാര്യങ്ങൾക്കകത്ത് കോൺഗ്രസ് ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, കോൺഗ്രസ് നേതാക്കന്മാർ സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നതിനകത്ത് എന്താണ് കാര്യം? എന്തിനു പോയി? സോണിയാഗാന്ധി പത്രക്കുറിപ്പ് പറയട്ടെ, ഇത് വലിയൊരു വിഷയമാണല്ലോ, ഇന്ത്യയിലെ മറ്റൊരു വലിയ വിഷയമാണല്ലോ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണല്ലോ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പറയട്ടെ. അങ്ങനെ പറയാറുണ്ടല്ലോ. CPM പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞാലും CPMന്റെ ആൾക്കാരകത്ത് കിടക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി വെളി വന്നിരുന്ന് പറഞ്ഞല്ലോ. ആ കാര്യത്തിൽ എനിക്ക് CPMനോട് താല്പര്യമുണ്ട്. ഇതിനകത്ത് മോട്ടിച്ചു, അയ്യപ്പന്റെ ഒരു തരി സ്വർണം മോട്ടിച്ച ഒരുത്തന്നെ CPMനകത്ത് കാണത്തില്ല. അങ്ങനെ പറഞ്ഞല്ലോ, ശരിയോ തെറ്റോ? അപ്പൊ എന്നെ സംരക്ഷിക്കുന്നില്ല, പറഞ്ഞല്ലോ. അതുപോലെ എന്താ സോണിയാഗാന്ധിയുടെ കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കൂടെ എങ്ങനെ വന്നു? അവരുടെ കുടുംബം എങ്ങനെ വന്നു? ഗോവർദ്ധന്റെ കൂടെ സോണിയാഗാന്ധി എങ്ങനെ വന്നു? കുടുംബം എങ്ങനെ വന്നു? കുടുംബം എങ്ങനെ വന്നു? പ്രകാശ് എങ്ങനെ വരുന്നു? പ്രയാർ ഗോപാലകൃഷ്ണൻ എങ്ങനെ വരുന്നു? പത്തനംതിട്ട MP ആന്റോ ആന്റണി എങ്ങനെ വരുന്നു? ഇതിനൊന്നും മറുപടിയില്ല. ഒന്നുമില്ല. അപ്പം ഇതിനകത്ത് കോൺഗ്രസ് ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ അങ്ങ് മൊത്തം അങ്ങ് CPM ഓട്ടിച്ചിട്ടുണ്ടാവും. ഈ കൊള്ളയ്ക്കകത്ത് ഇവരെല്ലാം കൂടെ കാണും, അവർ കാർട്ടലിനകത്ത് ഇവരെല്ലാം കാണും. അതേ പറഞ്ഞുള്ളൂ. കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് അല്ല, കോൺഗ്രസ് ഒരിക്കലും ഇല്ല. ഇതിൻ്റെ മൊത്തം കസ്റ്റോഡിയൻ, ചില ഇടത്ത് ഞാൻ കണ്ടതാ, മൊത്തം കസ്റ്റോഡിയൻ ഈ പറയുന്ന പോലെ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല. ഇപ്പം VCC റിപ്പോർട്ട് വന്നു, അതിനകത്തും VSCC റിപ്പോർട്ട് വന്നു, അതിനകത്തും ഈ പറഞ്ഞത് കൊള്ള നടന്നു എന്നുള്ളതിന് തെളിവുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ തെളിവ് വരട്ടെ, അതിനകത്ത് ആരാ കൂട്ടി. പക്ഷേ അതിന് മുമ്പ് നടന്ന കൊള്ളയും അതിന് മുമ്പ് നടന്ന കോടികളുടെ ഇതും അവിടുത്തെ മണിയുടെ വിഷയവും അവിടുത്തെ അഷ്ടദിക്പാലകന്റെ ഇവരുടെ വിഷയവും ആന്ധ്രാക്കാരന് കൊടുത്ത വാജിവാഹനം പ്രശ്നം വന്നപ്പോൾ തിരിച്ചു കൊണ്ട് കൊടുത്ത കാര്യമൊക്കെ പറയുമ്പോൾ കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്നത് ഇയാളുടെ വീട്ടിലിരിക്കത്തുള്ളൂ സാധനം.